പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ അവിടുത്തെ വചനം കേൾക്കുവാനായി നാം കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദേവമാതാവും സകല വിശുദ്ധന്മാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെപ്പറ്റി നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. യേശുക്രിസ്തു സത്യ ദൈവമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. നാം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വേണം. കാരണം തിരുവചനം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നു, തിരുസഭ നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലെ എല്ലാ പ്രവർത്തികൾക്കും അർത്ഥമുണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. ഫിലിപ്പിയ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പ്രധാനപ്പെട്ടതായി നമുക്ക് 8 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. നമുക്ക് 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കാം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. വളരെ കൃത്യമായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ ക്രിസ്തുയേശുവിൻ്റെ നിത്യ അസ്തിത്വത്തെപ്പറ്റിയും ദൈവികതയെപ്പറ്റിയും പഠിപ്പിക്കുന്നു. ഒപ്പം ത്രിയേക ദൈവമാണ് സത്യ ദൈവമെന്നും അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് അർത്ഥമുണ്ടാകുന്നത് ദൈവം ആരാണ് എന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, നിത്യതയുടെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കുവാൻ വേണ്ടിയാണ് ദൈവം വിണ്ണിൽ നിന്നും മണ്ണിൽ വന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കണം, ദൈവം ത്രിയേകമാണ്. ദൈവം ത്രിയേകമായതുകൊണ്ടാണ് ദൈവത്തിൽ നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ദൈവിക വിശ്വാസം നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലത്തിലും ഓരോ അനുഭവത്തിലും ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കൂട്ടായ്മയുടെ ജീവിതത്തെപ്പറ്റി നാം പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ മുമ്പിലുണ്ട്. കഷ്ടങ്ങളിലും ദുരിതങ്ങളിലും ദൈവസ്നേഹത്തെ നാം മുറുകെ പിടിക്കണം, പ്രത്യാശയിൽ നാം നിൽക്കണം, വിശ്വാസത്തിൽ അടിപതറാതെ നിൽക്കണം എന്നെല്ലാം നാം വിശ്വസിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ത്രിയേകത്വമാണ്, ദൈവത്തിൻ്റെ ആന്തരിക കൂട്ടായ്മയാണ്. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം സ്നേഹമായി അസ്തിത്വം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, ദൈവത്തിന് നമ്മെ സ്നേഹിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ദൈവത്തിന് മനുഷ്യാവതാരവും സാധ്യമാകുന്നത്. ചിലരെങ്കിലും ചോദിച്ചേക്കാം, ദൈവം എന്തിനു മനുഷ്യനായി അവതരിക്കണം? ദൈവത്തിന് മനുഷ്യനായി അവതരിക്കേണ്ട കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ്, നമ്മോടുള്ള സ്നേഹമാണ് അതിന് ദൈവത്തെ നിർബന്ധിക്കുക. ദൈവത്തിന് നമ്മെ സ്നേഹിക്കാൻ സാധിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ അസ്തിത്വം ബഹുത്വമായിരിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ ആന്തരിക ബഹുത്വത്തിൽ ദൈവം സ്നേഹത്തെ അനുഭവിക്കുന്നത് കൊണ്ടും വിനിമയം ചെയ്യുന്നത് കൊണ്ടും ദൈവം സ്നേഹമായിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുക, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും യേശുക്രിസ്തു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നാം മനസ്സിലാക്കുകയാണ്. ദൈവം ആത്മാവാണ്, ദൈവം അരൂപിയാണ്, ദൈവത്തിന് ഒരു ജഡരൂപമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു യേശുക്രിസ്തു. മനുഷ്യാവതാരത്തിന് മുമ്പ് യേശുക്രിസ്തു ആത്മീയ അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ അരൂപിയായി ത്രിയേക ദൈവത്തിൻ്റെ ഭാഗമായി ആ അസ്തിത്വത്തിലായിരുന്നു എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു ആര്? യേശുക്രിസ്തു. ദൈവവുമായുള്ള സമാനത യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. പിതാവായ ദൈവവുമായി പരിശുദ്ധാത്മാവുമായി സമനായിരുന്നു യേശുക്രിസ്തു. അപ്പോൾ ദൈവവുമായുള്ള സമാനത യേശുക്രിസ്തുവിന് എല്ലാ കാലത്തും നിത്യമായി ഉണ്ടായിരുന്നു, ഉണ്ടായിരിക്കും എന്ന് നാം വിശ്വസിക്കുക. കാരണം എന്താണ്? ചിലരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ 33 വർഷത്തെ മനുഷ്യ ജീവിതത്തിലെ പരിമിതികളോ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളോ കണ്ടിട്ട് യേശു ദൈവമായിരുന്നോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതിനെ വേരോടെ പിഴുതെറിയുകയാണ് ഈ തിരുവാക്യങ്ങൾ. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല യേശുക്രിസ്തു. പിന്നെ എന്ത് ചെയ്തു? തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ മഹത്വം വെടിയുകയാണ്. തൻ്റെ നിത്യതയിലുണ്ടായിരുന്ന ദൈവത്വത്തിൻ്റെ സകല മഹത്വവും വെടിഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ട്
മനുഷ്യനായി തീരുവാൻ വേണ്ടി എന്തെല്ലാം ശൂന്യമാക്കേണ്ടിയിരിക്കുന്നുവോ, ദൈവിക അസ്തിത്വത്തിൽ നിന്ന് എന്തെല്ലാം ശൂന്യമാക്കിയാലേ മനുഷ്യനായി തീരുവ സാധ്യമാവുകയുള്ളൂ, അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അതെല്ലാം ശൂന്യമാക്കി നമ്മോടുള്ള സ്നേഹത്താൽ യേശുക്രിസ്തു മനുഷ്യനായി തീർന്നു, മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു എന്ന് ബൈബിളിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തെ ദൈവം അംഗീകരിക്കുന്നു, ദൈവം ഏറ്റവും മഹത്വമുള്ളതാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതം ദൈവം സ്വീകരിക്കുന്നതോടുകൂടെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ മാഹാത്മ്യം, മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ആ തീവ്രത ഒരിക്കൽ കൂടെ ദൈവം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സൃഷ്ടി, ആത്മാവിൻ്റെ സൃഷ്ടി ദൈവത്തിൻ്റെ തീരുമാനമാണ്. ആ സൃഷ്ടിയോട് താതാത്മ്യപ്പെടുവാൻ വേണ്ടി ഇതാ ദൈവം തന്നെ ജഡമായി അവതരിക്കുന്നു, മനുഷ്യനായി അവതരിക്കുന്നു. അരൂപിയായ ദൈവം മനുഷ്യനായി കടന്നു വരികയാണ് നമ്മെ സ്നേഹിച്ചുകൊണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് ശൂന്യമാക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്, ഏറ്റവും പ്രഥമവും പ്രധാനവുമായി വരേണ്ട സന്ദേശം എന്ന് പറയുന്നത്, ദൈവം നമ്മോടുള്ള സ്നേഹത്താൽ തന്നെ ശൂന്യനാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് നാഥൻ്റെ മാതൃക സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. നമ്മെ സ്നേഹിക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം, അത്യുന്നതനായ ദൈവം തൻ്റെ മുഴുവൻ മഹത്വവും ശൂന്യമാക്കി ഭൂമിയിലേക്ക് എളിയ രൂപത്തിൽ കടന്നു വന്നുവെങ്കിൽ നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നാം എന്തുമാത്രം ശൂന്യമാക്കണം എന്ന് ചിന്തിക്കുവാൻ ദൈവാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ തേജസ്, നമുക്കുള്ള ഭൗതിക മഹത്വങ്ങൾ, നമ്മുടെ മാനുഷികമായ കഴിവുകൾ, നമുക്കുള്ള പല വൈദഗ്ധ്യങ്ങൾ ചിലപ്പോൾ സ്നേഹിക്കുന്ന ആവശ്യത്തിനു വേണ്ടി, സ്നേഹിക്കേണ്ട ആവശ്യത്തിനു വേണ്ടി ത്യജിക്കേണ്ടി വന്നേക്കാം എന്ന് ദൈവം നമുക്ക് ഒരു സൂചന, ഒരു മുന്നറിയിപ്പ് തരുകയാണ്. ദൈവം നമുക്കൊരു ധാരണ തരുകയാണ്. ദൈവം നമുക്കൊരു പ്രബോധനം തരുകയാണ്. എന്തുമാത്രം നമുക്ക് ശൂന്യനാകാൻ പറ്റും. എനിക്ക് എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, എൻ്റെ മിഷൻ, എൻ്റെ പ്രേഷിതത്വം, അത് കുടുംബത്തിലാകട്ടെ, ഇടവകയിലാകട്ടെ, ആത്മീയ മണ്ഡലത്തിലാകട്ടെ, ലോക മണ്ഡലത്തിലാകട്ടെ, ഏത് മേഖലയിലുമാകട്ടെ, എൻ്റെ തൊഴിൽ രംഗത്താകട്ടെ, പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതിനായി എന്തുമാത്രം എനിക്ക് ശൂന്യനായി തീരാൻ സാധിക്കും എന്നുള്ളിടത്താണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുക. എൻ്റെ ദൈവം മഹത്വപ്പെടുന്ന അപ്പോഴാണ്. പിതാവേ, അങ്ങ് എന്നിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പിതാവ് കാണിച്ചു തരുന്നതല്ലാതെ മറ്റൊന്നും പുത്രൻ ചെയ്യുന്നില്ല. പുത്രനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഹല്ലേലൂയ. ഇവിടെയെല്ലാം യേശു പറയുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ മഹത്വമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, തൻ്റെ പ്രബോധനങ്ങളിലൂടെ പിതാവിന് മഹത്വം കൊടുക്കുന്ന ക്രിസ്തുയേശുവിനെ നമുക്ക് മനുഷ്യാവതാരത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു മനുഷ്യ ജീവിതത്തിലാണ്. നമ്മളുടെ ആത്മാവ് ഇപ്പോൾ ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ആത്മീയരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മനുഷ്യരായിട്ടാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മൾ സ്പിരിറ്റ് ബീയിങ്സ് ആണ്, എന്നാൽ ഇപ്പോൾ ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് ജീവിക്കുക. അപ്പോൾ നമ്മുടെ അടിസ്ഥാന ആത്മീയ അസ്തിത്വം മറഞ്ഞിരിക്കുകയും ദൃശ്യമായ ശരീരം കാണപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ ജഡാവതാരം ചെയ്ത, മനുഷ്യാവതാരം ചെയ്ത, ശരിക്കും അദൃശ്യനായിരിക്കുന്ന ക്രിസ്തു, ദൈവമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ മാതൃക നമ്മൾ പിൻപറ്റണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ. ശൂന്യമാകാം നമുക്ക്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ നാം ശരിക്കും ആരാധിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തു ദൈവവും കർത്താവുമാണെന്ന് നാം ഏറ്റുപറയുന്നുണ്ടെങ്കിൽ, യജമാനൻ്റെ മാതൃക, നമ്മുടെ ഗുരുവിൻ്റെ മാതൃക നമുക്ക് ഏറ്റെടുക്കാം. എവിടെയൊക്കെ ചെറുതാകാൻ പറ്റും, എവിടെയൊക്കെ ചെറുതാകാൻ പറ്റും, അത്രത്തോളം ചെറുതാകാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. മറ്റു വാക്കുകളിൽ അഹങ്കാരത്തെ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാനെന്ന ഭാവം നമ്മിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളെയും, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ വഴിതെറ്റി നിർവചിച്ച്, തെറ്റായി നിർവചിച്ച് അഹങ്കാരത്തിനായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഇല്ലാതാക്കി ദൈവസന്നിധിയിൽ ആദ്യവും പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും എളിമ അഭ്യസിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുമസിൻ്റെ സന്ദേശം അതാണ്, ചെറുതാവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെല്ലാം നമുക്ക് പ്രകോപനം ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ അഹങ്കാരത്തെ പ്രകാശിപ്പിക്കാനായിട്ട്, നമ്മുടെ കഴിവുകളെ പ്രകാശിപ്പിക്കാനായിട്ട്, സ്വയം മഹത്വം അന്വേഷിക്കുവാനായിട്ട്,
സ്വയം നീതിയെ നിർവഹിക്കുവാനായിട്ട് എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം എവിടെ നിന്നെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം ഈ ഒരു തിരുവചനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കുടുംബങ്ങളിൽ കൂടുതൽ സമാധാനം കടന്നു വരും. നമ്മൾ എളിമപ്പെടാൻ, നമ്മൾ ചെറുതാകാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ സാമൂഹിക മണ്ഡലങ്ങളിൽ, നമ്മുടെ ആധ്യാത്മിക ശുശ്രൂഷ മേഖലകളിലെല്ലാം ക്രിസ്തു മഹത്വപ്പെടും, ദൈവം മഹത്വപ്പെടും. നമ്മൾ ചെറുതാകാൻ തീരുമാനമെടുത്താൽ. സ്നാപയോഹന്നാൻ വെറുതെ അല്ല പറഞ്ഞത്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന്. ക്രിസ്തുമസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി നിൽക്കുന്ന ഈ ഒരു ഉപദേശത്തെ, സന്ദേശത്തെ ആത്മാവിൽ ഏറ്റെടുക്കുവാൻ ദൈവാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ജ്ഞാനികൾ യേശുക്രിസ്തുവിനെ സന്ദർശിക്കുന്ന ഒരു സന്ദർഭം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവിടെ കുമ്പിട്ട് യേശുവിനെ ആരാധിക്കുന്ന ജ്ഞാനികളെയാണ് നമ്മൾ കാണുക. ആരുടെ മുമ്പിലാണ് കുമ്പിടുന്നത്? ഒരു മുതിർന്ന ഗുരുവിൻ്റെ മുമ്പിലല്ല, മറിച്ച് ശിശുവായിരിക്കുന്ന 2 വയസ്സ് താഴെ പ്രായമുള്ള ശിശുവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ കുമ്പിടാൻ ജ്ഞാനികൾ തയ്യാറായെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ശുശ്രൂഷാ മണ്ഡലത്തിൽ എത്രമാത്രം ചെറുതാകാൻ പറ്റുമോ? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരെ സേവിക്കാൻ വേണ്ടിയിട്ട്, ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സകല കഴിവുകളും ദൈവത്തിന് സമർപ്പിച്ച്, എല്ലാം ദൈവദാനമാണ്, കർത്താവ് തന്നതല്ലാതെ എനിക്കൊന്നും ഇല്ല എന്ന് എളിമപ്പെടുന്ന ഒരു അഭിഷേകത്തെ, സന്ദേശത്തെ, തീരുമാനത്തെ സ്വീകരിക്കുവാൻ ദൈവാത്മാവ് ഈ വചനങ്ങളിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വീണ്ടും 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകൃതിയിൽ അവൻ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. യേശു തന്നെ താഴ്ത്തി. എന്തിനു വേണ്ടി? അനുസരിക്കാൻ വേണ്ടിയിട്ട്. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു തൻ്റെ പ്രകൃതിയാൽ ദൈവമാണ്. പക്ഷേ നമ്മോടുള്ള സ്നേഹത്താൽ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. എപ്പോൾ വരെ? മരണം വരെ. അപ്പോൾ മരണമാണ് സഹനത്തിൻ്റെ അങ്ങേ അറ്റത്തായി യേശു ക്രിസ്തു കാണുക. യേശു ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ അവസാന നിമിഷം തൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, മരണത്തെ അനുഭവിക്കുന്നു, മരണത്തെ സഹിക്കുന്നു, മരണത്തെ രുചിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി നമ്മുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, കുരിശുമരണത്തോളം താഴ്ത്തുന്ന ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അനുസരിക്കാൻ വേണ്ടി താഴ്ത്തുക, അനുസരിക്കുവാൻ താഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന സഹനം, അത് മരണം വരെ എത്തുന്നതാണെങ്കിലും, അത് ഏറ്റവും മോശമായ മരണം വരെ, പരിഹാസ്യമായ മരണം വരെ, കുരിശു മരണം വരെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണെങ്കിൽ പോലും താഴ്മയുടെ കാര്യത്തിൽ, താഴ്മ പരിശീലിക്കുന്നതിനും അഭ്യസിക്കുന്നതിനും അത് തടസ്സമാകരുതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്, നമ്മളെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ആകൃതിയിൽ മനുഷ്യനെ പോലെ ദൈവം കാണപ്പെട്ട സന്ദർഭമാണ് ക്രിസ്തുമസ്. നമ്മുടെ ആകൃതി പ്രാപിക്കുന്ന ക്രിസ്തു, ദൈവമായ ക്രിസ്തു, ഹല്ലേലൂയ, ദൈവത്തിന് അത്രയും ചെറുതാകാൻ സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ചിലരുടെയൊക്കെ ആകൃതിയെ ദൈവിക പ്രകൃതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ചിലരുടെയൊക്കെ ആകൃതിയിൽ ദൈവത്വം നിക്ഷേപിക്കാൻ വേണ്ടി, ചിലരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം കൊടുക്കുവാൻ വേണ്ടി, കരുണ കാണിക്കുവാൻ വേണ്ടിയിട്ട്, അവരെ ഉയർത്തുവാനും ഉണർത്തുവാനും വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. താഴ്ത്തുക, നമ്മെ തന്നെ താഴ്ത്തുക. എത്രമാത്രം താഴേണ്ടി വന്നാലും, കുരിശു മരണം അന്നത്തെ കാലത്ത് ഏറ്റവും പരിഹാസ്യ മരണമാണ്, ഏറ്റവും നീചമായ ശിക്ഷയാണ്. ആ ശിക്ഷയെ നമ്മോടുള്ള സ്നേഹത്താൽ ഏറ്റെടുക്കുവാൻ ക്രിസ്തു തയ്യാറായതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ സ്നേഹം അർഹിക്കുന്നവർക്ക് വേണ്ടി ഏറ്റവും കഠിനമായ സഹനത്തോടെ കടന്നു പോകേണ്ടി വന്നാലും അത് സ്വീകരിക്കുവാൻ യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ആകൃതി ഒന്ന് മാറിയാലും കുഴപ്പമില്ല എന്നാണ് ദൈവം പറയുന്നത്. നമ്മുടെ പ്രകൃതിയാൽ ഹല്ലേലൂയ പലപ്പോഴും നാം ഏറ്റവും എളിയ ആകൃതി എടുക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ പ്രകൃതിയാൽ മനുഷ്യൻ്റെ ആകൃതി സ്വീകരിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. എന്നാൽ നമ്മെ രക്ഷിക്കുവാനും നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനും കാണിച്ചു തരുവാനും വേണ്ടി ദൈവം നമ്മുടെ ആകൃതിയെ സ്വീകരിച്ചതുപോലെ ചില മനുഷ്യജീവിതങ്ങളുടെ ആകൃതിയിലേക്ക് നമ്മളുടെ പ്രകൃതിയെ ചുരുക്കേണ്ടി വന്നാൽ, നമ്മളുടെ വലുതായി നാം എണ്ണുന്ന ചില കാര്യങ്ങളെ ചുരുക്കേണ്ടി വന്നാൽ അതിനും നാം തയ്യാറായിരിക്കണം എന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൽക്കട്ടയിൽ കർത്താവിൻ്റെ മകളായി മദർ തെരേസ വരുമ്പോൾ പ്രകൃതിയാൽ ആ കൽക്കട്ടയിലെ തെരുവിൻ്റെ ആകൃതി സ്വീകരിക്കേണ്ട ആവശ്യം മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ
കൽക്കട്ടായിലെ ദൈവം ഏൽപ്പിച്ച പ്രത്യേകമായ ശുശ്രൂഷയ്ക്കായിട്ട് തൻ്റെ പ്രകൃതിയെ ആ കാണുന്ന മനുഷ്യരുടെ ആകൃതിയിലേക്ക് ചുരുക്കുന്നിടത്താണ് ഒരു ശുശ്രൂഷ വേരുപിടിക്കുന്നത്, അത് തുടങ്ങുന്നത്, അതിൽ അഭിഷേകം കടന്നു വരുന്നത് എന്ന് നാം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. രക്തസാക്ഷികളെ എടുക്കുമ്പോൾ കർത്താവിൻ്റെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റെടുത്ത് ആ വിശ്വാസം ജീവിക്കുന്ന അനേകരായ വ്യക്തികളുടെ, വിശുദ്ധന്മാരുടെ, നല്ല മാതൃകകളുടെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ആർക്ക് വേണ്ടി ദൈവം അവരെ നിയോഗിച്ചുവോ, അവരുടെ സ്നേഹവും ശുശ്രൂഷയും ആർക്ക് ആവശ്യമായിരുന്നുവോ അവരുടെ പ്രകൃതിയിലേക്ക്, അവരുടെ ആകൃതിയിലേക്ക് മാറാൻ തയ്യാറുള്ള ജീവിതങ്ങളിലാണ് പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് അവരെയാണ് എടുത്ത് ഉപയോഗിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് എല്ലാം അവരുടെ പ്രകൃതിയെ താഴ്ത്തിയപ്പോഴാണ് നമ്മൾക്ക് ആകൃതി തരുവാൻ വേണ്ടി, നമ്മൾക്കൊരു ജീവിതം തരുവാൻ വേണ്ടി, നമുക്ക് വിദ്യാഭ്യാസം തരുവാൻ വേണ്ടി, നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി, നമ്മൾക്ക് ഹല്ലേലൂയ ആകൃതി ഇല്ലായിരുന്ന കാലത്ത് നമ്മുടെ ജീവിതങ്ങൾക്കൊക്കെ ഒരു ആകൃതി നൽകുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത നൽകുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ഒരു നിറവ് തരുവാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കന്മാരും അവരുടെ പിതാക്കന്മാരും ഒക്കെ അവരുടെ ജീവിതങ്ങളിലേക്ക് എടുത്ത സഹനങ്ങളെയും കഷ്ടങ്ങളെയും നമുക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റി എന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുമസിൻ്റെ ഒരു സന്ദേശത്തിൽ ദൈവത്തെ പിതാവായി അംഗീകരിക്കുന്ന എല്ലാവരും തങ്ങളുടെ തന്നെ മാതാപിതാക്കന്മാരുടെ ജീവിതങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവം ചൊരിഞ്ഞ സ്നേഹത്തെ, സഹനത്തെ കാണുവാനായി ആവശ്യപ്പെടുകയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ഒരുക്കത്തിൻ്റെ നാളുകളിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. നാം എപ്പോഴും സ്വർഗത്തിലേക്ക് നോക്കുന്നവരാണ്, സ്വർഗത്തിലെ പിതാവിലേക്ക് നോക്കുന്നവരാണ്, സ്വർഗത്തിലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നവർ നോക്കുന്നവരുമാണ്. അതോടൊപ്പം നമ്മൾ ഭൂമിയിലെ ഒരു കുടുംബം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സ്വർഗത്തിലെ കുടുംബത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നതോടൊപ്പം തന്നെ ഭൂമിയിലെ കുടുംബം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഭൂമിയിലെ ശിശുവായിട്ടാണ് നാം ജനിച്ചത്. നമുക്ക് വേണ്ടി ദൈവം ശിശുവായി ജനിച്ചതുപോലെ ഈ ഭൂമിയിലെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ശിശുവായി നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ നമ്മളുടെ ശൈശവത്തിൽ, നമ്മളുടെ ബാല്യത്തിൽ, നമ്മുടെ കൗമാരത്തിൽ, നമ്മുടെ യൗവനത്തിൽ നമുക്ക് പൂർണ്ണത തരുവാൻ ഹല്ലേലൂയ അനേക ജീവിതങ്ങൾ നമ്മുടെ മാതാപിതാക്കന്മാരും നമ്മുടെ കുടുംബാംഗങ്ങളുമെല്ലാം നമുക്ക് വേണ്ടി ഒത്തിരി സഹനങ്ങൾ എടുത്തവരാണ്. ഇന്ന് അത് തിരിച്ചു കൊടുക്കേണ്ട സമയമാണെന്ന് തിരിച്ചറിയുക. ക്രിസ്മസിൻ്റെ ഒരു സന്ദേശമാണ്, നമുക്ക് വേണ്ടി ആരെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ആരെങ്കിലും സഹിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ആരെങ്കിലും വേദന ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പിതാവായ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യരുടെ ഹല്ലേലൂയ രൂപത്തിൽ നമ്മിലേക്ക് ദൈവസ്നേഹം ചൊരിഞ്ഞ, ക്രിസ്തുവിൻ്റെ കരുണ ചൊരിഞ്ഞ വ്യക്തിത്വങ്ങളെ മാനിക്കാനും ആദരിക്കാനും അവയെ പോറ്റുവാനും പരിപാലിക്കാനും പോഷിപ്പിക്കുവാനും ദൈവം ഇന്ന് ഈ ക്രിസ്മസ് ഒരുക്ക ദിവസങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ക്രിസ്മസിൻ്റെ സന്ദേശത്തിൻ്റെ മറ്റൊരു മുഖമാണത്. ചെറുതാകുന്നതോടൊപ്പം നമുക്ക് വേണ്ടി ചെറുതായവരെ ഓർക്കുവാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ക്രിസ്മസിൻ്റെ സന്ദേശമാണെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സന്ദേശത്തിൻ്റെ ഒരു കാതലിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവം ഉയർത്തി യേശുക്രിസ്തുവിനെ എല്ലാ നാമങ്ങൾക്കും ഉപരിയായിട്ട്. ഹല്ലേലൂയ. സഹനം എടുക്കുന്ന ദിവസങ്ങളിൽ, സഹനം എടുക്കുന്ന ജീവിതങ്ങളിൽ കർത്താവിൻ്റെ സ്പർശനം കടന്നു വരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്. ദൈവം ഉയർത്തുന്നവന് തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തുമെന്നാണ് 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാച് എത്രമാത്രം അലറി നമുക്കെതിരെ വന്നാലും നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പിടിച്ചു നിന്നാൽ, ഉറച്ചു നിന്നാൽ ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. കർത്താവിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ നാം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് കാത്തിരുന്നാൽ ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് കടന്നു വരാം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം ഉണ്ടാകണ്ടേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചു ദൈവം. നമുക്ക് മനുഷ്യ അസ്തിത്വം നമുക്ക് നൽകി. അതിനായി നമ്മുടെ മാതാപിതാക്കന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മളൊരു വംശാവലിയുടെ അറ്റത്താണ് നിൽക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിലും യേശുക്രിസ്തുവിൻ്റെ വംശാവലി നാം കാണുന്നുണ്ട്. അപ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ വംശാവലിയിൽ കടന്നു വരുന്ന ക്രിസ്തുവിനെ നാം കാണുകയാണ്. നമുക്ക് മുമ്പേ ജീവിച്ചു പോയ അനേക നല്ല മാതാപിതാക്കന്മാരുടെ ഒരു തുടർച്ചയിലാണ്
നമ്മുടെ ജീവിതം ഇന്ന് നാം ഈ ഭൂമിയിൽ നിർവഹിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ എല്ലാം കഷ്ടതയുടെ, കണ്ണുനീരിൻ്റെ, അധ്വാനത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ദൈവസന്നിധിയിലുള്ള വിലാപത്തിൻ്റെ, എളിമയുടെ, സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ഉപവിയുടെ എല്ലാം അനുഗ്രഹം നാം ഇന്ന് അനുഭവിക്കുകയാണ്. അവിടെ അധ്വാനത്തിൻ്റെ ഫലം നാം അനുഭവിക്കുകയാണ്. അപ്പോൾ ദൈവം അവിടെ അധ്വാനത്തെ നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹം ചൊരിയുവാൻ വേണ്ടി ഉപയോഗിച്ചു. കാരണം മനുഷ്യ അസ്തിത്വം ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിസ്തുവിൻ്റെ വരവോടുകൂടെ മനുഷ്യകുലം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ദൈവവുമായി അനുരഞ്ജനപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് മനുഷ്യരോട് പ്രീതി തോന്നാൻ മാത്രം ദൈവമായ ക്രിസ്തുവേശു മനുഷ്യ ആകൃതി സ്വീകരിച്ചു മനുഷ്യകുലം മുഴുവനും വേണ്ടി ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഹിതപ്രകാരം രക്ഷയുടെ പ്രവൃത്തിയെ കാൽവരിയിൽ പൂർത്തീകരിച്ച് അതിൻ്റെ വിജയത്തിൻ്റെ അടയാളമായി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു നമുക്കായി ഇന്നും സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ സന്തോഷം, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭിഷേകം നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, യേശു ഇമ്മാനുവേലാണെന്ന് വിശ്വസിക്കുക. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഇമ്മാനുവേൽ അനുഭവം നൽകി കാത്ത് സംരക്ഷിച്ച ഒരു ദൈവം നമ്മളെയും കാത്തു പരിപാലിക്കും. നമ്മുടെ മാതാപിതാക്കന്മാരുടെയും പിതാക്കന്മാരുടെയും കഷ്ടതയുടെ നാളുകളിൽ കൈപിടിച്ചൊരു ദൈവമുണ്ട്. അവർ തകർന്നു പോകുകയി എന്ന് കരുതുന്ന നിമിഷം, വീണു പോകുമോ എന്ന് ഭയപ്പെട്ട നിമിഷം കൈപിടിച്ച് ഉയർത്തി അവരെ മാനിച്ചൊരു ദൈവം, അതേ ദൈവം ഇന്ന് നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുവാനും കൂടി ക്രിസ്മസ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൻ്റെ ശക്തമായ സ്നേഹത്തിൻ്റെ സന്ദേശം ക്രിസ്തുമസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മെ സ്നേഹിച്ചൊരു ദൈവം നമുക്കുണ്ട്, നമുക്ക് വേണ്ടി മരിച്ചൊരു ദൈവം നമുക്കുണ്ട്, നമുക്ക് വേണ്ടി സഹനം ഏറ്റെടുത്തൊരു ദൈവം നമുക്കുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വേണ്ടി സഹിക്കുവാൻ ദൈവം നിയോഗിച്ച അനേകരും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കർത്താവിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇപ്പോൾ ദൈവത്തിൻ്റെ ക്രിസ്തുവേശുവിൻ്റെ സ്നേഹത്തെ ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട്, നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്വർഗീയ സ്നേഹത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം ആത്മാവിൽ ഏറ്റെടുത്തു നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ മാതാപിതാക്കന്മാരുടെയും പിതാക്കന്മാരുടെയും ജീവിതത്തിൻ്റെ മാതൃകയും പ്രാർത്ഥനയുടെ ശക്തിയും അഭിഷേകവും ഏറ്റെടുത്തുകൊണ്ട് തലമുറകളിലേക്ക് നോക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തു തലമുറകളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇനിയും വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ക്രിസ്തു ഇതാ രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കൃപയെ ഒരുക്കിയിരിക്കുന്നു. നമ്മിലൂടെ അത് ചൊരിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുക. തിരുസഭയിലെ കുദാശകളിലൂടെ, നമ്മുടെ ജീവിത സാക്ഷ്യങ്ങളിലൂടെ ദൈവം ഒരുക്കുന്ന, ക്രിസ്തുവിൽ ഒരുക്കിയ രക്ഷയെ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമുക്ക് ചെറുതാകാനുള്ള അവസരം ദൈവം തരുകയാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ചെറുതാകാനുള്ള ഒരു വിളി ഈ ക്രിസ്തുമസിൽ ദൈവം നമുക്ക് തരുകയാണ്. ഇത് കൈമാറപ്പെടണം. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച എളിമ, ക്രിസ്തുവിൽ നാം കണ്ട താഴ്മ, ആ വിനയം, രക്ഷയ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ വേണ്ടി ചെറുതാകുന്ന ദൈവസ്നേഹത്തിൻ്റെ ദൃശ്യമായ ആവിഷ്കാരം ക്രിസ്തുവിൽ കണ്ടിട്ട് ഹല്ലേലൂയ നമ്മുടെ തലമുറകളിലേക്ക് ആ സ്നേഹത്തെ ചൊരിയുവാൻ ക്രിസ്തു ഇന്ന് നമ്മെ വിളിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരിലും പിതാക്കന്മാരിലും ക്രിസ്തു നിക്ഷേപിച്ച അതേ ചൈതന്യം, അവർ എളിമയുള്ളവരായിരുന്നു, അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ചു. നമ്മൾക്ക് ആകൃതി നൽകുവാൻ വേണ്ടി, നമുക്ക് ദൈവികതയുടെ ശക്തിയെ നമ്മിലേക്ക് ചൊരിയുവാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മിലേക്ക് ചൊരിയാൻ വേണ്ടി അവർ അധ്വാനിച്ചു. ആത്മീയമായി അധ്വാനിച്ചു, ഭൗതികമായി അവർ അധ്വാനിച്ചു. ഈ മാതൃക നാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി ആത്മീയമായി അധ്വാനിക്കുവാൻ, പ്രാർത്ഥനയിൽ അധ്വാനിക്കുവാൻ, ശാരീരികമായി അധ്വാനിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, താഴ്ത്തി സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളിതാ താഴ്ത്തുകയാണ്. യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സകല ലോകത്തിനും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ദൈവമായി ഇരുന്ന ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു, തന്നെ താഴ്ത്തി, സകല മഹത്വവും വെടിഞ്ഞു. ആ എളിമ ഞങ്ങളുടെ ആത്മാവിൽ ഏറ്റെടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, യേശു ക്രിസ്തുവിൽ പൂത്തുലഞ്ഞ എളിമയും വിനയവും സ്നേഹവും കരുണയും സഹനത്തെ ഏറ്റെടുക്കാനുള്ള ധൈര്യവും ഞങ്ങളിലേക്കും ചൊരിയണമേ. ഈ ക്രിസ്മസിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ, ഞങ്ങളുടെ പിതാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ, ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ദൈവം ഒരുക്കിയ നന്മകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമാറാകട്ടെ.
അപ്പോൾ കരഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണമേ. ഈ വചനത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ക്രിസ്മസിൻ്റെ സമാധാനവും സ്നേഹവും ചൈതന്യവും എളിമയും കടന്നു വരുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.